നമ്മൾ ഈ 1 lakh എന്ന് പറയുന്നത് ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെതാണ്. ഇപ്പോൾ ഈ ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെ നിന്ന് അവരുടെ റിട്ടേൺ അവർക്ക് എത്ര കൊടുക്കേണ്ടത്? ഇപ്പം അവർക്ക് 5% ആണ് ഡെപ്റ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ 5%, 10 lakhൻ്റെ 5% എന്ന് പറയുമ്പോൾ 50,000 വരും. 50,000 നമ്മൾ കൊടുത്തു. സോ ഒരു 50,000 നമുക്ക് ബാലൻസ് കിട്ടി. അതായത് ഇത്രയും എമൗണ്ട് നമുക്ക് ബാലൻസ്. ഈ 50,000 ശരിക്കും ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നമ്മൾ യൂസ് ചെയ്തു, അതിനുള്ള അവർക്കുള്ള റിട്ടേണും നമ്മൾ കൊടുത്തു, കോസ്റ്റ് ആയിട്ടുള്ള അതും നമ്മൾ കൊടുത്തു. അപ്പം ബാക്കി നമുക്കൊരു 50,000 കിട്ടി. അപ്പം ഈ 50,000ഉം ഈ 1 lakhഉം കൂടി നമുക്ക് നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് 1,50,000 കൊടുക്കാൻ കഴിയും. ശരിക്കും ഈ 50,000 എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്തതിന് നമുക്ക് കിട്ടിയതാണോ? അല്ലല്ലോ. അത് ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് ആണ് ആ 50,000 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്യുമ്പം നമുക്ക് 50,000 അതായത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാനും അത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനും കഴിയും. ഇവിടെ 1 lakh ആണ് ശരിക്കുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏണിങ്. അതായത് 10 lakh മാത്രമായിരുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് മാത്രമായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഒരു 1 lakh ആയിരുന്നു നമ്മുടെ ഏണിങ്സ് ഉണ്ടാവുക. ഇതിപ്പോൾ 1,50,000 ആയി നമ്മുടെ ഏണിങ്സ്. അതായത് ഒരു ഡെപ്റ്റ് ഹോൾഡേഴ്സിന് 10 lakh ഡെപ്റ്റ് നമ്മൾ ചെയ്തു, അതുപോലെ തന്നെ അവർക്കുള്ള റിട്ടേൺ നമ്മൾ കൊടുത്തു, ബാലൻസ് 1,50,000 നമുക്ക് വന്നു. അപ്പം ഇങ്ങനെ നമ്മൾ ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് വെച്ചിട്ട് നമ്മൾ ഏൺ ചെയ്യണേനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, അതായത് യൂസിങ് മോർ ഡെപ്റ്റ് ഫണ്ട്സ് ദാൻ ഇക്വിറ്റി ഫണ്ട്സ് ടു ഏൺ മോർ പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഇക്വിറ്റി ഫണ്ട്സിനേക്കാളും നമ്മൾ ഡെപ്റ്റ് ഫണ്ട്സ് യൂസ് ചെയ്യുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. How it is possible? Debt has a low cost as compared to equity and cost of debt is a pre-tax item. അതായത് ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റും ഒരു പ്രീ ടാക്സ് ആയിട്ടാണ്. ഇത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിച്ച് ടാക്സ് ഇത്രയും ഇതിൻ്റെ മുകളിൽ നമുക്ക് സേവും ചെയ്യാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഏണിങ്സും നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഈ 50,000ൻ്റെ മുകളിലുള്ള ടാക്സ് സേവിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ ഡെപ്റ്റ് എടുക്കുന്നത് ലാഭമാണ്. അൺലെസ് ദർ ഈസ് എ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഡെപ്റ്റിൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രം. ഹെൻസ് ഏർണിങ്സ് വിൽ ബി മോർ ആയിട്ടുള്ള ഏർണിങ്സ് നമുക്ക് ഡെപ്റ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കാം. ഇൻ സിമ്പിൾ, എ ഫേം യൂസ് ഡെപ്റ്റ് മോർ ദാൻ ഇക്വിറ്റി, then that firm can enjoy trading on equity. അതായത് മോറായിട്ട് ഇപ്പം ഇതിൽ നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് കൂടുതലായിട്ട്, അതായത് ഇതിലും കൂടുതൽ ഒരു 15 lakhs ഒക്കെ ഡെപ്റ്റ് ഉണ്ട്, ഒരു 5 lakhs നമ്മൾ ഇക്വിറ്റി. അപ്പം ഈ 15 lakhsൻ്റെ ഡെപ്റ്റിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്തിട്ട് അത് ഇക്വിറ്റി ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഉണ്ടെന്ന് പറയും. ഫിനാൻഷ്യൽ ലിവറേജ് ആസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. Leverage indicates the use of funds with fixed costs like debts and preference share capital along with the equity share capital, which is known as trading on equity. This basic aim of financial leverage is to increase the earnings payable to equity shareholders using fixed cost funds. അതായത് along with equity share capital is known as, നമ്മൾ ഫിക്സ്ഡ് ലോങ് ടേം ആയിട്ടുള്ള ഡെപ്റ്റും പ്രിഫറൻസ് ഷെയറും യൂസ് ചെയ്തിട്ട് ഇക്വിറ്റി ഷെയറിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏണിങ്സ് ചെയ്യുമ്പോൾ, അതായത് ഏൺ ചെയ്യുമ്പം അതിലുള്ള ബാക്കിയുള്ള സേവിങ്സും നമ്മുടേതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഫണ്ട് യൂസ് ചെയ്യുമ്പം അവരുടെ ഫണ്ട് യൂസ് ചെയ്ത് നമ്മൾ
നമുക്ക് ഏൺ ചെയ്യും. അപ്പം ആ തരത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു ഏണിങ്സ് നമ്മളതല്ലാത്ത ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കുള്ള ഡെഫിനിഷൻ. ഫിനാൻഷ്യൽ ലിവറേജ് ഇൻഡിക്കേറ്റ്സ് യൂസ് ഓഫ് debt and preference share capital along with the equity share capital, which is known as trading on equity. The basic aim of financial leverage is to increase the earnings variable to fixed cost fund. Fixed cost fund. A firm is known to have positive or favorable leverage when its earnings are more than cost of debt. If earnings are equal to or less than cost of debt, it will be negative or unfavorable leverage. When the quantity of fixed cost fund is relatively high in comparison to equity capital, it is said that firm is trading on equity. അതായത് നമുക്ക് ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സേവിങ്സ് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു. അപ്പം ഈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി വരിക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഫണ്ട്സ് ഇപ്പം ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25 lakhs ആണ്. അതിൽ നോക്കുമ്പം ഡെപ്റ്റ് എന്ന് പറയുന്നത് 15 lakhs ഒരു ഇക്വിറ്റി ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് 10 lakhs ആണെങ്കിൽ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഫേം ഈസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അതായത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട്സിൽ കൂടുതൽ ഡെപ്റ്റാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ, റാദർ ദാൻ ഇക്വിറ്റി യൂസ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഡെപ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഉണ്ടെന്ന് പറയാം. അതായത് ഈ സേവിങ്സ് നമുക്ക് കുറച്ചുകൂടി കൂട്ടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ 10 lakh നമ്മൾ എടുക്കുന്നുള്ളൂ, പക്ഷേ ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെ 15 lakhs നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 15 lakhs യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് അത് വെറും 10 lakh യൂസ് ചെയ്ത ഇക്വിറ്റി ഹോൾഡേഴ്സിന് കുറച്ചുകൂടി 10 lakhs കിട്ടുന്നതിനേക്കാളും റിട്ടേൺ നമുക്ക് കൊടുക്കാൻ കഴിയും. കാരണം ഈ ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെ ഉള്ള സേവിങ്സും കൂടി നമ്മൾ ഇവർക്ക് കൊടുക്കും. അപ്പം അതിനെയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആവണമെങ്കിൽ നമ്മളെ ഡെപ്റ്റ് ആയിരിക്കണം. ഡെപ്റ്റ് മോർ ദാൻ ഇക്വിറ്റി ആണെങ്കിലാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ സേവിങ്സിൻ്റെ കാര്യം എല്ലാ കേസസിലും ഉണ്ടാവും. അതായത് ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന കേസസിലൊക്കെ നമുക്ക് അവിടെയുള്ള സേവിങ്സ് നമുക്ക് ഇക്വിറ്റി ഹോൾഡേഴ്സിന് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഡെപ്റ്റ് കൂടുതലുള്ള ഫേം ആണെങ്കിൽ അവിടെ നമുക്ക് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയും കാണാൻ പറ്റും. അതായത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ കുറേ ഫണ്ട് യൂസ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യന് ഇതിൽ എല്ലാം പേഴ്സൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. നെയിം ഓഫ് ദ ഫേം, ചേഞ്ചസ് ഇൻ റവന്യൂ പെർസെൻറ്റേജ്, ചേഞ്ചസ് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം, ചേഞ്ചസ് ഇൻ APS. ഇപ്പോൾ ചേഞ്ചസ് ഇൻ APS ഒക്കെ ഉണ്ട്. അപ്പം ഇതിലെ എല്ലാ ചേഞ്ചസും നോക്കിയിട്ട് യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്, ലിവറേജ് ഓഫ് ഓൾ ഫേംസ്. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്താൻ കമ്പൈൻഡ് ലിവറേജ് കണ്ടെത്തണം, ലിവറേജ് ഓഫ് ഓൾ ഫേം എല്ലാ ഫേംസിനെയും കണ്ടെത്തണം. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്താന്ന് പറയുമ്പം ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് percentage change in EBIT divided by percentage change in sales. ഇതാണ്
ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS divided by percentage change in EBIT. ഇനി ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ അത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താലാണ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് നമുക്ക് കിട്ടുക. അപ്പം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെയും EBIT ആണ് വരുന്നത്, ഇവിടെയും EBIT ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് പോകും. മൾട്ടിപ്ലിക്കേഷൻ ഫ്രാക്ഷൻസിന് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പം അത് രണ്ടും ഒന്ന് നോമിനേറ്ററിലും ഒന്ന് ഡിനോമിനേറ്ററിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കട്ട് ചെയ്ത് പോയി. അപ്പം പെർസെൻറ്റേജ് ചേഞ്ച് in EPS divided by percentage change in sales കിട്ടും. അപ്പം അങ്ങനെ ചെയ്താൽ ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് നമുക്ക് കിട്ടും. നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാണ്, ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എത്രയാണ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്താൻ പെർസെൻറ്റേജ് ചേഞ്ചിന് EBIT എടുക്കുക. EBIT എത്രയാണ് ഇവിടെ? EBIT എന്ന് പറയുന്നത് ഈ ഓപ്പറേറ്റിംഗ് ഇൻകം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് EBIT ആണ്. ഇത് ഓപ്പറേറ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം ആണ് EBIT. അതിനുശേഷമാണ് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യും, ടാക്സ് ലെസ് ചെയ്യും, അതൊക്കെ അതിനുശേഷം. അപ്പം ഈ ചേഞ്ചസ് ഇൻ റവന്യൂ എന്ന് പറയുമ്പം സെയിൽസിലുള്ള ചേഞ്ച്, ഇത് EBIT, ഇത് EPSലുള്ള ചേഞ്ച്. അപ്പോൾ നമുക്ക് EBIT കിട്ടി, സെയിൽസ് കിട്ടി, EPSൻ്റെ ചേഞ്ചസ്. അപ്പം ഇത് മൂന്നുമാണ് നമുക്ക് എന്തിനാണ് വേണ്ടത്? ഇവിടെ EBIT ആണ് വേണ്ടത്, ഇവിടെ സെയിൽസ് ആണ് വേണ്ടത്, ഇവിടെ EPS ആണ്, ഇവിടെ സെയിൽസ് ആണ്. സോ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇനിയുള്ള ഫിഗേഴ്സ് എടുത്ത് ഈ ഇക്വേഷനിലേക്ക് ഇട്ടാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് സ്വന്തം ചെയ്ത് നോക്കുക. ആൻസേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് കറക്റ്റാണോ നോക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. കൺസിഡറിങ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ഒമേഗ ലിമിറ്റഡ്. EBIT 15,750 lakhs, EBT 7,000 lakhs, fixed cost operating cost fixed operating cost 1,057 30. Calculate percentage change in EPS if sales increase by 5%. അപ്പം ഇതൊരു ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, കുറച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ EBIT തന്നിട്ടുണ്ട്, EBT തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഇഫ് ദ സെയിൽസ് ഇൻക്രീസ്ഡ് ബൈ 5% എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സെയിൽസോ കോൺട്രിബ്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് കോൺട്രിബ്യൂഷൻ കിട്ടിയാൽ നമുക്ക് ഏതാണ്ട് എളുപ്പമായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? EBT ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് റിവേഴ്സ് വർക്കിംഗ് ചെയ്തിട്ട് വരാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആദ്യം നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. EBT ഉണ്ട്, EBTൻ്റെ മുന്നേ ലെസ് ഇൻട്രസ്റ്റ്, EBIT ലെസ് ഫിക്സ്ഡ് കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ. അപ്പം ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്.
അപ്പോൾ ഇതിൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നമുക്കറിയില്ല, ഫിക്സ്ഡ് കോസ്റ്റ് എത്ര നമുക്കറിയില്ല. അല്ല, ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണെന്ന് നമുക്കറിയാം. ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,57,750 ആണ്. 1,575 lakhs ആണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ലെസ് ചെയ്തപ്പോൾ നമുക്ക് EBIT കിട്ടിയത്, EBIT നമുക്ക് ഓൾറെഡി അറിയാം 15,750 ആണ്. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്ര വരും? 15,750 പ്ലസ് 15,75. 17,325 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ വരുന്നത്. അതായത് ഈ 17,325 15,75 കുറച്ചാൽ 15,750 നമുക്ക് വരും. 15,750 നമുക്ക് വരും. ഇനി അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ചാലാണ് EBT കിട്ടുക. EBT നമുക്കറിയാം 7,000 ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും ഇൻട്രസ്റ്റ്. സോ 15,750 മൈനസ് 7,000. സോ 8,750 ആണ് നമ്മളെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് EBT കിട്ടി, കോൺട്രിബ്യൂഷൻ കിട്ടി, അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി. ഇനി നമ്മൾ റിലേഷൻഷിപ്പ് കാണാൻ പറയുന്നത്, അതായത് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഇഫ് സെയിൽസ് ഇൻക്രീസ്ഡ് ബൈ 5%. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മളൊന്ന് ആലോചിക്കാം, എന്താണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്, എന്താണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കോൺട്രിബ്യൂഷനായി, ഫിക്സ്ഡ് കോസ്റ്റായി, EBIT ആയി, ഇൻട്രസ്റ്റ് ആയി, EBT ആയി. അപ്പോൾ ഇത് നമുക്ക് എന്തിനുള്ളതായി? കമ്പൈൻഡ് ലിവറേജ് കണ്ടുപിടിക്കാനുള്ളതായി. ഇപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഇഫ് സെയിൽസ് ഇൻക്രീസ്ഡ് ബൈ 5%. അപ്പം ഇത് രണ്ടും EPSഉം സെയിൽസും വരുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുക. നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടും കമ്പൈൻഡ് ലിവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണെന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. അപ്പം ഇപ്പോഴാണ് നമുക്ക് കമ്പൈൻഡ് ലിവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായത്. അപ്പോൾ കമ്പൈൻഡ് ലിവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? കമ്പൈൻഡ് ലിവറേജിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT ആണ് വരിക. കോൺട്രിബ്യൂഷന് നമുക്ക് അറിയാം, EBT അറിയാം. അപ്പോൾ കമ്പൈൻഡ് ലിവറേജ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 17,325 ഡിവൈഡഡ് ബൈ EBT 7,000. 17,325 ഡിവൈഡഡ് ബൈ 7,000 2.475 എന്ന് കിട്ടും. $2.475 എന്ന് നമുക്ക് കിട്ടും. അപ്പം 2.475 ആണെന്ത് നമ്മുടെ കമ്പൈൻഡ് ലിവറേജ് വരുന്നത്. അപ്പം ഈ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അതായത് ഒരു പെർസെൻറ്റേജ് സെയിൽ ചേഞ്ച് ചെയ്യുമ്പം എത്ര പെർസെൻറ്റേജ് ആണ് EPS ചേഞ്ച് ചെയ്യുക, അതാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് X വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് X വെച്ച് ചെയ്യുകയാണെങ്കിൽ
കമ്പൈൻ ലിവറേജ് ഈസ് ഈക്വൽ ടു 2.475. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS നമുക്കറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് നമുക്കറിയാം. അപ്പം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് പറയുമ്പോൾ ഇത് 5% ഇൻക്രീസ് ചെയ്യുന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പം ഇത് 5% ആയിട്ട് കൊടുക്കുക. 5% ഇസ് ഈക്വൽ ടു കമ്പൈൻ ലിവറേജ് ആയിട്ടുള്ള 2. നേരെ തന്നെ കൊടുക്കാം. 2.475 കിട്ടി. അപ്പം ഇനി നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS കണ്ടെത്തണമെങ്കിൽ 5% ഡിവിഷനുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പം ഓപ്പോസിറ്റ് മൾട്ടിപ്ലിക്കേഷനായി മാറും. അപ്പം 2.475 ഇൻറ്റു 5%. സോ നമുക്ക് 12.375% കിട്ടും. അതായത് ഇത്രയും പെർസെൻറ്റേജാണ് ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചെയ്തത് എങ്ങനെയാണെന്നൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ഫുള്ള് വായിക്കുന്നതിൻ്റെ മുമ്പ് വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നൊന്ന് നോക്കുക. വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ഇതിപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വലിയ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ റിക്വയർമെൻറ്റ് എന്താണെന്ന് ആദ്യം നോക്കുക. അപ്പോൾ കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഇഫ് സെയിൽസ് ഇൻക്രീസ്ഡ് ബൈ 5%. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഇഫ് സെയിൽസ് ഇൻക്രീസ്ഡ് ബൈ 5%. അപ്പോൾ ഇവിടെ EPSൻ്റെ ചേഞ്ചും സെയിൽസിൻ്റെ ചേഞ്ചും തമ്മിലാണ് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും. അപ്പോൾ എങ്ങനെ മനസ്സിലായാൽ ഈ EPSൻ്റെ ചേഞ്ചും സെയിൽസിൻ്റെ ചേഞ്ചും ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ തിങ്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും കമ്പൈൻ ലിവറേജ് എന്ന് പറഞ്ഞാൽ, കമ്പൈൻ ലിവറേജ് എന്ന് പറയുമ്പം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS കമ്പൈൻ ലിവറേജ് എന്ന് പറയുമ്പം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണെന്ന് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമുക്ക് EPSഉം അതുപോലെ തന്നെ സെയിൽസും കാണാൻ നോക്കണം. EPS അപ്പോൾ നമുക്ക് ഈ കമ്പൈൻഡ് ലിവറേജ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ സെയിൽസും തന്നിട്ടില്ല, EPSഉം തന്നിട്ടില്ല. അതിനെക്കൊണ്ട് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അപ്പോൾ കമ്പൈൻ ലിവറേജിന് വേറെ ഇക്വേഷനും കൂടി ഉണ്ട്, നിങ്ങൾക്കറിയാം. കോൺട്രിബ്യൂഷൻ ബൈ EBT എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷനിലൂടെ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അതിന് കോൺട്രിബ്യൂഷൻ വേണം, EBTയും വേണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ EBT തന്ന് EBT തന്ന് ഫിക്സ്ഡ് കോസ്റ്റ് തന്ന് ഇങ്ങനെ തരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളൊന്ന് ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടുന്നതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. കോൺട്രിബ്യൂഷൻ കിട്ടി, ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടി, EBT കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, അങ്ങനെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ആക്കി വെക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും, ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയി. അപ്പോൾ ഇതിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമായിരിക്കും എടുത്തിട്ട് നമുക്ക് ചെയ്യാനുണ്ടാകുന്നൊരു ഉള്ളിൽ നിന്നൊരു സാധനം വരും. അപ്പം ഇനി കമ്പൈൻ ലിവറേജ് എന്ന് പറയുമ്പം കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT ആണ്. കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തി വെച്ചു, അത് ബൈ EBT ചെയ്തു. അപ്പം EBT ചെയ്തു. അപ്പോൾ അങ്ങനെ കമ്പൈൻ ലിവറേജ് കിട്ടി. ഇനി കമ്പൈൻ ലിവറേജിൽ നിന്ന് മുകളിൽ നമ്മൾ കൊടുത്ത ഇക്വേഷനിലേക്ക് ഇട്ടിട്ട് നമുക്ക് കിട്ടി. അപ്പം അങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് പെട്ടെന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ കൊണ്ടാണ് ടൈം എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിന്ന് പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്പർ 8. A firm has a sale of 40 lakhs, variable cost of 25 lakhs, fixed cost of 6 lakhs, 10% of debt of 30 lakhs and equity capital of 55 lakhs. Calculate the operating leverage, financial leverage and combined leverage. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, 10% ഡെപ്റ്റ് ഉണ്ട്. അപ്പം ഇതിന്ന് ഇൻട്രസ്റ്റ് എങ്ങനെ എടുക്കുക നിങ്ങൾക്ക് അറിയാലോ. ഇൻട്രസ്റ്റ് എങ്ങനെ എടുക്കുക, അതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ 55 lakh ഉണ്ട്. കാൽക്കുലേറ്റ് ദ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തുക, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തുക, കമ്പൈൻ ലിവറേജ് കണ്ടെത്തുക.
ഒക്കെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആൻസറാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഇതുവരെ ചെയ്തത് നോക്കിയിട്ടും അല്ല സ്വന്തം കയ്യിൽ ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുവരെ ചെയ്തതിൻ്റെ റൂട്ട് വെച്ചിട്ട് അങ്ങനെ കണ്ടുപിടിച്ച് വരാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുകയും കിട്ടുകയും ചെയ്യാം. എക്സാം എഴുതാനും ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് ഹെൽപ്പ് ചെയ്യുക. ക്ലാസ് മാത്രം കേട്ടതിനെ കൊണ്ട് നമുക്ക് വലിയ ഹെൽപ്പ് ചെയ്യൂല എക്സാമിന്. നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് നമ്മളെ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴുള്ള സ്കിൽസും ഒക്കെ ഒന്ന് കൂടുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ഫോർ ദ ഫോളോയിങ് ഫേം ആൻഡ് ഇൻട്രസ്റ്റ് the results. ഇപ്പം ഇതാണ് അടുത്ത ക്വസ്റ്റ്യന്. കമ്പൈൻഡ് ലിവറേജ് ഫോർ ദ ഫോളോയിങ് ഫേംസ്. ഈ ഫേംസിൻ്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തുക. ഫോളോയിങ് ഫേംസ്. അപ്പം ഇത്രയും ഫേംസ് പിൻ്റെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും ലിവറേജസ് കണ്ടെത്തുക. എന്നിട്ട് ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question number 9. Calculate the degree of operating leverage, degree of financial leverage and degree of combined leverage for the following firms. അതായത് ഫോളോയിങ് ഫേംസിൻ്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തുക, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തുക, കമ്പൈൻഡ് ലിവറേജ് കണ്ടെത്തുക. അപ്പം ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഇതൊന്നൊക്കെ നിങ്ങൾക്ക് ഓരോന്നെടുത്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഓൾറെഡി ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്താൽ ഇത് 3 ഫേംസ് ഉണ്ട് എന്ന് മാത്രം 3 കോളം വരച്ചിട്ട് അതിൽ തന്നെ ഫേം PQ എന്നിട്ട് എഴുതുക, സെയിൽസ് എഴുതുക, സെയിൽസ് എത്രയാണ് യൂണിറ്റ്സ് ഇൻറ്റു പ്രൈസ് സെയിൽസ്, അത് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കുക, ഫിക്സ്ഡ് കോസ്റ്റ് ഇൻട്രസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് EBIT കിട്ടും, EBITന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ നമുക്ക് EBIT കിട്ടും. അപ്പോൾ EBITന്ന് നമ്മൾ കമ്പൈനും ബാക്കിയുള്ള എല്ലാം കണ്ടുപിടിക്കാനും കഴിയും. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആൻസർ ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. You are given 2 financial plans of the company which has 2 financial situations. The detailed information is as under. Installed capacity 10,000 units. Actual production and sales during the year 60% of the capacity. Selling price per unit 30. Variable cost per unit 20. In fixed cost, situation A 20,000. Situation B 25,000. Capital structure of the company is as follows. Financial plans XY, XM, equity 12,000, 35,000, debt, cost of debt 12%, 40,000, 10,000, total 52,000, 45,000. You are required to calculate the operating and financial leverage of both plans. Both plans in the operating leverage കണ്ടെത്തണം, ഫിനാൻഷ്യൽ ലിവറേജും നമുക്ക് കണ്ടെത്തണം. ഇത് കുറച്ച് ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ അത് അത്യാവശ്യം ഒരു വലിയ ക്വസ്റ്റ്യനാണ്.
അപ്പം ഇതിപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക? ഇപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പർട്ടിക്കുലേഴ്സ് കൊടുക്കുക. എക്സ് വൈ എക്സ് എന്ന് ഇവിടെ സിറ്റുവേഷൻ എ, സിറ്റുവേഷൻ ബി, സിറ്റുവേഷൻ എ, സിറ്റുവേഷൻ ബി, രണ്ടിലും സിറ്റുവേഷൻ കൊടുക്കുക. എന്നിട്ട് സിറ്റുവേഷൻ എ ബി കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 10,000 ആണ്. ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് 60% ഓഫ് ദ കപ്പാസിറ്റി. ദാറ്റ്സ് 6,000 യൂണിറ്റ്സ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഇടുന്നത്. അപ്പം 6,000 യൂണിറ്റ്സ് സെയിൽസ്, 6,000 യൂണിറ്റ്സ് സെയിൽ പ്രൈസ് എത്ര? സെയിൽ പ്രൈസ് പെർ യൂണിറ്റ് 30 ആണ്. 6,000 × 30 1,80,000 സെയിൽസ്. എല്ലാ കേസിലും അത് തന്നെയാണ് വരിക, കാരണം സെയിൽസ് സെയിം ആണ്. ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എത്ര വരുന്നത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആകുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യണതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ മുകളിൽ നോക്കി ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എത്ര കുറച്ച് നേരത്തെ പണിയില്ലേ? അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യന് തന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം ഇവിടെ എഴുതി വെക്കുക. അപ്പം വലിയ ക്വസ്റ്റ്യൻസ് ആകുമ്പം പ്രത്യേകിച്ചും നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പോയി പോയി നോക്കേണ്ടി വരും. അപ്പം അതിന് പകരം ആദ്യം ഗിവൺ എന്താണെന്ന് എഴുതി വെക്കുക. ഗിവണ് സെയിൽസിൻ്റെ ക്വാണ്ടിറ്റി 10,000 × 60% ഈസ് ഈക്വൽ ടു 6,000 യൂണിറ്റ്സ് എന്ന് എഴുതി വെക്കുക. പിന്നെ സെയിൽ പ്രൈസ് 30, വേരിയബിൾ കോസ്റ്റ് 20, ഇനി ഫിക്സ്ഡ് കോസ്റ്റ് എ കേസിൽ 20,000, ബി കേസിൽ 25, 20,000, ബി കേസിൽ 25,000. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡെപ്റ്റ് ഉണ്ട്. ഡെപ്റ്റ് 12% ആണെന്നുണ്ട്. അപ്പം ഡെപ്റ്റ് ഉണ്ടാകുമ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം ഇൻട്രസ്റ്റ് 40,000 × 12%. എക്സ് വൈയിൽ എത്രയാണ് ഇത്, അതുപോലെ തന്നെ എക്സ് എമ്മിൽ എത്രയാണ് ഇത്. എക്സ് വൈയിൽ 40,000 × 12%, 4,800. അതുപോലെ തന്നെ 10,000 × 12%, 1,200. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഗിവൺ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ. എന്നിട്ട് ആദ്യം തന്നെ സെയിൽ പ്രൈസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1,80,000 കിട്ടി. എന്നിട്ട്
വേരിയബിൾ കോസ്റ്റ് 20 ആണ്. അപ്പോൾ 20നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,000 ഇൻറ്റു 20 വരുമ്പോൾ 1,20,000 വന്നു. 1,20,000 1,20,000 അപ്പം 1,20,000 വന്നു. ഇനി കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ 60,000 എല്ലാത്തിനും 60,000 തന്നെ വന്നു. എല്ലാത്തിനും വേണേൽ എഴുതി വെക്കാം. ഇനി ലെസ് ഫിക്സ്ഡ് കോസ്റ്റ്, ഇവിടെയാണ് എയിലും ബിയിലും മാറ്റം ഉണ്ടാവുക. അപ്പം എ കേസിൽ 20,000 ആണ്, ബി കേസിൽ 25,000. അപ്പോൾ നമുക്ക് EBIT കിട്ടും. EBIT 20,000 60,000 20,000 കുറച്ചാൽ 40,000, ഇവിടെ 35,000, 40,000 35,000. ഇനി ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ XYന്ന് 4,800 XMന്ന് 12,000 ആണ് കുറയ്ക്കേണ്ടത്. അപ്പം ഇവിടെ 4,800 ഇവിടെ 1,200 35,200 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് EBT എല്ലാ കേസിലും കിട്ടി. അപ്പം EBT കിട്ടി, EBIT കിട്ടി, സെയിൽസും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമായി. ഇനി ബാക്കി കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ആ ഇക്വേഷനിലേക്ക് ഇട്ടാൽ നമുക്ക് ആൻസർ കിട്ടും. EBT ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT financial leverage, EBIT divided by EBT combined leverage, ഒന്നെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ഓർ കമ്പൈൻഡ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. ഏത് രീതി വേണേൽ ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്ത് നമുക്ക് ആൻസറും കിട്ടും. അപ്പം ആൻസേഴ്സ് ഇങ്ങനെയാണ് വരിക. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫസ്റ്റ് കേസിൽ XM AL ഓപ്പറേറ്റിംഗ് ലിവറേജ് 1.5, ഫിനാൻഷ്യൽ ലിവറേജ് 1.136, കമ്പൈൻഡ് ലിവറേജ് 1.7 സംതിങ്. ഇനി XM AL ഇത്ര കിട്ടും. XM അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് ആൻസേഴ്സ് ഇങ്ങനെ വരും. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ചെയ്ത വഴിയൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മനസ്സിലാക്കുക ഇതെങ്ങനെ ചെയ്തതെന്നും. അതായത് ഇത് രണ്ട് പ്ലാൻ ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കിയിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുക. യു ആർ ഗിവൺ 2 ഫിനാൻഷ്യൽ പ്ലാൻസ്. ആ 2 ഫിനാൻഷ്യൽ പ്ലാൻസ് ആണ്
ഈ രണ്ട് ഫിനാൻഷ്യൽ പ്ലാൻസ്, അതായത് ഇക്വിറ്റി വെച്ചിട്ട് ഡെപ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ രണ്ട് പ്ലാൻസ് ഉണ്ട്. ആ പ്ലാൻസ് തന്നെ രണ്ട് സിറ്റുവേഷൻസും വരുന്നുണ്ട്. അതായത് ഒരു പ്ലാന് ചെയ്താലും ആ പ്ലാനിൽ തന്നെ രണ്ട് സിറ്റുവേഷൻ വരും. അതായത് 20,000 ഉള്ളതും 20,000 ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ള സിറ്റുവേഷനും വരും, 25,000 ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ള സിറ്റുവേഷനും വരും. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനും വരുന്നതാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിലൂടെ പറയുന്നത്. അപ്പം ഓരോ ഫിനാൻഷ്യൽ പ്ലാനിലും രണ്ട് സിറ്റുവേഷൻസും വരും. അപ്പം അതുകൊണ്ടാണ് രണ്ടും ബൈഫർക്കേറ്റ് ചെയ്തിട്ട് XYയിൽ എയും ബിയും XMൽ എയും ബിയും ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ 11 ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമ്പർ 11. എ കമ്പനി ഹാഡ് ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 2015. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസോഴ്സ് സർപ്ലസ് ഉണ്ട്, ഡിവെഞ്ചേഴ്സ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്. ദ അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് ആസ് അണ്ടർ. ഫിക്സ്ഡ് കോസ്റ്റ് പെർ ആനം എക്സ്ക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് 32 lakhs. Variable operating cost ratio is 70%. VC ratio. Total asset turnover ratio is 2.5. Asset turnover ratio 2.5 ആണ്. Income tax rate is 30%. Calculate ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തണം, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തണം, കമ്പൈൻ ലിവറേജ് കണ്ടെത്തണം, EPS കണ്ടെത്തണം. ഇത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നത്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗിവൺ എടുത്ത് എഴുതാം. ഫിക്സ്ഡ് കോസ്റ്റ് 32 lakhs. വേരിയബിൾ കോസ്റ്റ് റേഷ്യോ 70. അസറ്റ് ടേൺ ഓവർ റേഷ്യോ 2.5. IT റേറ്റ്, ഇൻകം ടാക്സ് 30%. സോ ഈ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ റേഷ്യോസിൽ പഠിക്കും. അതായത് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പം ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അതായത് നമ്മൾ ഈ അസറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെയിൽ ചെയ്യുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ പ്ലാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മെഷീനറീസ് ഉണ്ട്. ആ മെഷീനറീസിലൂടെ നമ്മൾ റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ ലേബറും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ അതിനെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്നു. എന്നിട്ട് ആ പ്രൊഡക്റ്റ് എടുത്താണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ അസറ്റ്സ്, ഫിക്സ്ഡ് അസറ്റ്സ് ഒരു കറണ്ട് അസറ്റ്സ്, അതായത് ക്യാഷ് ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ ആ വേജസിന് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെൻട്രീസ്, അങ്ങനത്തെ അസറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ടോട്ടൽ ടേൺ ഓവർ, അതായത് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് എത്ര അസറ്റ്സ് യൂസ് ചെയ്തു, അതായത് ടോട്ടലായിട്ട് നമ്മുടെ കയ്യിൽ എത്ര അസറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത് ഇത്രയും ടേൺ ഓവറിന് വേണ്ടി, അത് അറിയാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോ ആണ് ടേൺ ഓവർ ബൈ ടോട്ടൽ അസറ്റ്സ്, അതായത് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് 2.5 ആണ് അത്. അപ്പം ഇവിടെ 2.5 ആണത്. ഇപ്പോൾ ടേൺ ഓവർ എത്രയാണെന്ന് നമുക്കറിയില്ല. ടോട്ടൽ അസറ്റ്സ് നമുക്ക് ഓൾറെഡി ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ 1.6 crore ആണ് നമ്മുടെ ടോട്ടൽ അസറ്റ്സ് വരുന്നത്. അപ്പം ടേൺ ഓവർ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ടേൺ ഓവർ ഈസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 1,60,00,000
സോ 40 lakhs എന്ന് കിട്ടും. അത് ടേൺ ഓവർ നമുക്ക് കിട്ടി. അപ്പം ടേൺ ഓവർ അഥവാ നമുക്ക് സെയിൽസ് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് അങ്ങനെ പോവുക. അപ്പം നമ്മളോട് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പനി ലിവറേജ്, EPS. അപ്പോൾ നമുക്കൊരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി വരും. കാരണം ഇതെല്ലാം വേണമല്ലോ. ഓപ്പറേറ്റിംഗ് ലിവറേജ് വേണം, ഫിനാൻഷ്യൽ ലിവറേജ് വേണം, കമ്പനി ലിവറേജ് വേണം. അപ്പോൾ ഇതിന് നമുക്ക് EBT ഒക്കെ എന്തായാലും കിട്ടണം, EBIT കിട്ടണം. EPS ആണെങ്കിൽ നമുക്ക് ഏണിങ്സ് അവൈലബിലിറ്റി, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ കിട്ടണം. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അപ്പം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് സെയിൽസ് കിട്ടി. ആദ്യം തന്നെ സെയിൽസ് 40 lakhs ആണ് കിട്ടി. ലെസ് വേരിയബിൾ കോസ്റ്റ് ഓൾറെഡി 70% ആണ് തന്നിട്ടുണ്ട്. 40 lakhsൻ്റെ 70%, 4 crore 70%, 2.80 lakhs ആണ് വരിക. 2.80 lakhs വരുമ്പം കോൺട്രിബ്യൂഷൻ വരിക 1.20 lakhs ആണ്. ഈ 1.20 lakhs എന്ന് ഫിക്സ്ഡ് കോസ്റ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് എക്സ്ക്ലൂഡിങ് ഡിപ്രീസിയേഷൻ 35 lakhs ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ലെസ് 35 lakhs. അപ്പം നമുക്ക് കോൺട്രിബ്യൂഷൻ ഇനി ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചിട്ട് EBIT കിട്ടി. EBIT കിട്ടിയാൽ നമുക്ക് $35 lakhs minus 1.20 85 lakhs എന്നാണ് വരിക. $85 lakhs കിട്ടി. ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് നമുക്ക് ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റ് എത്ര വരിക? ഇൻട്രസ്റ്റ് നമുക്ക് എത്രയാണ് ഡെപ്റ്റ് ഉള്ളത്? ഡിവെഞ്ചേഴ്സ് 80 lakhs ആണ് ഡിവെഞ്ചേഴ്സ് ഉള്ളത്, അതും 50%. അപ്പം എത്രയാണ് ഇൻട്രസ്റ്റ് വരിക? 80 lakhs ഇൻറ്റു 15%, 12 lakhs ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. 12 lakhs ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. സോ നമുക്ക് EBT കിട്ടി. EBT എന്ന് പറയുമ്പോൾ $85 lakhs മൈനസ് 12 lakhs, 73 lakhs ആണ് നമുക്ക് EBT വരിക. അപ്പം ഇനി EBTയിൽ നിന്ന് നമ്മളെന്ത് ചെയ്യണം? ടാക്സ് റേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 30%. EBTയിൽ നിന്ന് നമ്മൾ ടാക്സ് ലെസ് ചെയ്യുന്നു. ടാക്സ് അറ്റ് 30%, 21,90,000 വരും. മൈനസ് ചെയ്താൽ 51,10,000 വരും. EAT ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഏണിങ്സ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് നമുക്ക് പ്രിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പം ബാലൻസ് ഷീറ്റിൽ പ്രിഫറൻസ് കാണുന്നില്ല. പ്രിഫറൻസ് ഷെയർ ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ നേരെ ഇത് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതായത് ഇത് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടും എടുക്കാം. കാരണം ഇവിടെ പ്രിഫറൻസ് ഇല്ല. അപ്പം ഈ ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് എടുക്കാൻ പറ്റുന്ന എമൗണ്ടാണ്. അപ്പം ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ EPS കണ്ടുപിടിക്കണമെങ്കിൽ ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. നമ്പർ ഓഫ് ഷെയർസ് എത്രയും നോക്കണം. നമ്പർ ഓഫ് ഷെയർസ് എത്രയും നോക്കാൻ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ
equity share capital 10 each 40 lakhs. അപ്പം ഒരു ഷെയറിന് എത്ര ആയിരിക്കും? സോറി, 10 റുപ്പീസിൻ്റെ ഷെയർസ് 40 ലാക്ക് ഉണ്ട്. അപ്പം എത്ര ഷെയർസ് ഉണ്ടാവും? ടോട്ടൽ 4 ലാക്ക് ഷെയർസ് ആണ് ഉണ്ടാവുക. 4 ലാക്ക് ഷെയർസ് ഇൻറ്റു ₹10 ആണ് 40 ലാക്സ്. അപ്പോൾ 4 ലാക്സ് ഷെയർസ് നമുക്ക് കിട്ടി. അപ്പോൾ ഷെയർസ് 4 ലാക്ക് ഉണ്ട്. അപ്പം EPS കണ്ടെത്താൻ EPS is equal to 5110,000 divided by number of shares 4 lakh by 4 lakh 12.775 എന്ന് കിട്ടും. അപ്പോൾ EPS നമുക്ക് കിട്ടി. ആദ്യം തന്നെ നമുക്ക് ലാസ്റ്റത്തെ സംഭവം കിട്ടിയത്. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഏതാണ് ഐറ്റം? അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതാ തന്നത്? EPS 4th ആയിട്ടാണ് EPS തന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വർക്കിംഗ്സ് ആയിട്ട് കാണിച്ചിട്ട് ലാസ്റ്റ് ആൻസേഴ്സ് ആയിട്ട് 1 2 3 4 ഇത് ഓരോന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് 4ൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് 4 EPS is equal to 12.775 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് ലിവറേജ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ്. പിന്നെ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കണം. അത് EBIT ഡിവൈഡ് ബൈ EBT ആണ്. അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കമ്പൈൻഡ് ലിവറേജ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT ആണ്. അതും നമുക്ക് ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഇതിങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് തന്നെയാണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് EBIT ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇൻഫറൻസ് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പം ചില ക്വസ്റ്റ്യൻസിൽ നമ്മളോട് കമൻറ്റ് ചെയ്യാൻ പറയും. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഞാനിപ്പം കൊടുത്തിട്ടില്ല. അപ്പം ക്വസ്റ്റ്യനിൽ ഇത് ഞാൻ ആൻസർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് നിങ്ങൾക്ക് കിട്ടും, ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടും, കമ്പൈൻഡ് ലിവറേജ് കിട്ടും, EPS കിട്ടും. ഇത് മൂന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കമൻറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈക്വൽ ടു EBIT ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ദാറ്റ് ഈസ് 88 lakhs divided by 1,28,000, sorry 1,28 lakhs equal to 0.6875 equal to 68.75% ആണ് നമ്മുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ROCE ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും പറയും. whereas the interest on debt is only 50%. വെറും 50% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഉള്ളത്. ഡെപ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 50% ആണ്. വൈൽ ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 68.75% ആണ്. അപ്പം ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് 68.75 റിട്ടേൺ ആയിട്ട് കിട്ടും.
അപ്പം നമുക്ക് ഡെപ്റ്റ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 50 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കോസ്റ്റായിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. അതായത് അവർക്ക് റിട്ടേൺ വേണോ, ആ റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടി വരും 50% ആകുമ്പോൾ. അപ്പം എന്നിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടാവും, 53.75 റുപ്പീസ് നമ്മുടെ കയ്യിൽ ഇരിക്കും ബാക്കി. അപ്പോൾ ഇത്രയും നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. അതായത് ഇത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിൻ്റെ കോൺസെപ്റ്റ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തതാണ്. whereas the interest on debt is only 50%. Hence use of debentures borrowed funds is justifiable. Also the firm debt equity ratio, debt by equity, is 80 lakhs divided by 48 lakhs is equal to 1.667. 1.667 ആണ് debt equity ratio. Debt equity ratio is equal to 80:48 is equal to 5:3 എന്ന റേഷ്യോയിലാണ് നമ്മളെ ഡെപ്റ്റ് ഇക്വിറ്റി ഉള്ളത്. അപ്പോൾ യൂസ് ഓഫ് മോർ ഡെപ്റ്റ് ഫണ്ട്സ് when we are using more of debt funds, we can earn more EPS because the return we get from is very higher than we invest only equity in those funds. അതായത് നമ്മൾ ഇക്വിറ്റി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും റിട്ടേൺ നമുക്ക് കിട്ടുക ഡെപ്റ്റും കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഡെപ്റ്റ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സേവിങ്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇത്രയും കോസ്റ്റ് നമുക്ക് വരുന്നുമില്ല, പിന്നെ ഈ റിട്ടേൺ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനും പറ്റുന്നുണ്ട്. സോ അപ്പം ആ കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം. അതായത് ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ റിട്ടേണിനെ കുറിച്ച് പറയാം. ഇപ്പം കമൻറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റിട്ടേൺ എത്ര ഉണ്ടെന്ന് പറയാം. അപ്പം എന്നിട്ട് വേറാസ് ഇൻട്രസ്റ്റ് 50% ഉള്ളൂ, കോസ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ 50% മൈനസ് 53.75% നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അത് നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത്രയും ഏർണിങ്സ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ പറയാം. അപ്പം ഡെപ്റ്റ് ബൈ ഇക്വിറ്റി, പിന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എത്ര ഉണ്ടെന്ന് കാണിക്കുക. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണിച്ചിട്ട് അപ്പം നമ്മുടെ യൂസ് ഓഫ് മോർ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ മോർ EPS ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഡ്യൂ ടു ദ ലിവറേജ് എഫക്റ്റ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഓർ ഗിയറിംഗ് എഫക്റ്റ് എന്നും കൂടി ഇതിന് നമ്മൾ പറയാറുണ്ട്. അതായത് മോറായിട്ട് ഇക്വിറ്റിനേക്കാളും കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. equity is less than debt. This case is trading on equity കേസ് ആണ്. അപ്പോൾ ഇതിനെ ഗിയറിംഗ് എഫക്റ്റ് എന്നും പറയാറുണ്ട്. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.